ജലോത്സവമാണ്. അല്ല അല്ല, അത് ദുബായ് ജോസ്. സൂപ്പർ ഹിറ്റ് മൂവിയാണ്. റൺവേ അല്ല, റൺവേ 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 കോമഡി. ആ പടത്തിലെ കോമഡി അൺബീറ്റബിൾ കോമഡി ആയിപ്പോയി. അത് എപ്പിക് ആയിപ്പോയി കോമഡി. ഇപ്പൊ മൗണ്ട് എവറസ്റ്റ് എങ്ങനെയാണോ, പീക്ക് എങ്ങനെയാണോ, ആ പീക്കിൽ കയറി മൗണ്ട് എവറസ്റ്റ് കോമഡി ആയിപ്പോയി. എല്ലാ റോളും ചെയ്യാം. ഇതെങ്ങനെയാണ് ഇപ്പൊ വില്ലൻ ആയതുകൊണ്ട് ഇപ്പൊ കുറെ എന്തുകൊണ്ട് തന്നെ വില്ലനായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി കോമഡി ആകുമ്പോൾ കോമഡി കുറെ വരും. അങ്ങനെയാണ്. ഞാൻ ചില സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ പേര് പറയാം, അത് ഏത് സിനിമയിലെയാണെന്നും അതിലെ കുറച്ച് ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. ഓർമ്മകൾ സിനിമ കിട്ടിയാൽ തരാം. ഏത് പേരിനോട്ടെ. ചിന്നാടൻ ബാബു. ജലോത്സവമാണ്. അല്ല അല്ല, അത് ദുബായ് ജോസ്. സൂപ്പർ ഹിറ്റ് മൂവിയാണ്. റൺവേ അല്ല, റൺവേ 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 സോമൻ സാംബശിവൻ. പൊന്നിയിൻ സെൽവൻ. കട്ടദുരൈ വിന്നർ. ഈ കട്ടദുരൈന്റെ കാര്യം പറയുമ്പോഴേ, തമിഴ്നാട്ടില് ഞാൻ ഇന്റർവ്യൂസ് തമിഴ്നാട്ടിലെ കാണുമ്പോഴത്തേക്ക് ഏത് ഇന്റർവ്യൂവർ വന്നാലും ഈ സിനിമ ചോദിക്കാതെ പോകാറില്ല. ഇന്നും അത്രയ്ക്ക് ഒരു ഒരു അടിപൊളി മൂവി ആയിട്ടായിരുന്നു അത്. എനിക്കത് പേഴ്സണലി അറിയില്ല. അടിപൊളി മൂവി എന്നല്ല, മൂവി ഇസ് എ ഹിറ്റ് മൂവി, സൂപ്പർ ഹിറ്റ് ഫിലിം. കോമഡി, ആ പടത്തിലെ കോമഡി അൺബീറ്റബിൾ കോമഡി ആയിപ്പോയി. അത് എപ്പിക് ആയിപ്പോയി കോമഡി. ഇപ്പൊ മൗണ്ട് എവറസ്റ്റ് എങ്ങനെയാണോ, പീക്ക് എങ്ങനെയാണോ, ആ പീക്കിൽ കയറി മൗണ്ട് എവറസ്റ്റ് കോമഡി ആയിപ്പോയത്. അതിന്റെ മോളിൽ കോമഡി ടിൽ നൗ അത് തകർത്തിട്ടില്ല. സോ അതിങ്ങനെ കത്തി കിടക്കുകയാണ്. പിന്നെ വടിവേൽ, യുനോ ഹൗ എത്ര വലിയ സ്റ്റാറാണെന്ന് അറിയാം വടിവേൽ. സോ നമ്മളെ കേരളത്തിൽ പോലെ വടിവേലിന്റെ ട്രോൾ ഇഷ്ടംമാരെയുണ്ട്. വടിവേൽ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ നോർമൽ ജീവിതത്തിലെ എല്ലാവരുടെയും വീട്ടില് വടിവേലിന്റെ ശബ്ദമുണ്ട്. അതില്ലാതെ ജീവിതമില്ല. പുള്ളിയുടെ ഡയലോഗ് ഉണ്ട്. സോ അതുകൊണ്ട് ഇറ്റ് ഹാസ് ബിക്കം. നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഞാൻ സീൻസ് കാണുമ്പോൾ അസാധ്യ കോമഡിയാണ്. പക്ഷെ താങ്കൾ കോമഡി ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ അത് ഭയങ്കര സ്ക്രിപ്റ്റ് അങ്ങനെ. ഇപ്പൊ ബ്രോഡാഡി ഇല്ലേ, ബ്രോഡാഡിയിൽ ഒരു സീനുണ്ട്. ഓക്കെ, ലാലു സാർ ഒന്നും അറിയാതെയാണ് പറയുന്നത്. പക്ഷെ പടം എല്ലാവരും സീരിയസ് ആണ്, പക്ഷെ കോമഡിയാണ്. അതുപോലെയാണത്. പക്ഷെ ഞാനും വടിവേൽ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞാൻ വില്ലൻ ആയതുകൊണ്ടും വടിവേൽ കോമഡി ആയതുകൊണ്ടും എപ്പോഴും ഹീറോ ട്രാക്കിലായിരിക്കും വടിവേൽ. ഞങ്ങൾ കോമ്പിനേഷൻ ഇല്ല. കോമ്പിനേഷൻ വെച്ച് കോമഡി ഉണ്ടാക്കിയത് ഈ പടമാണ്. അത് ഭയങ്കര ഹയസ്റ്റ് ലെവലിൽ പോയി നിൽക്കുകയും ചെയ്തു. ഈ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നൊക്കെ എങ്ങനെ ആഗ്രഹമുണ്ട്. എല്ലാം ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകും. കാരണം ഒരുപാട് ഈ നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്യുന്ന ആക്ടേഴ്സ് പിൻകാലത്ത് വന്ന് കോമഡിയിലോട്ടൊക്കെ മാറി ഇപ്പൊ അവര് ഭയങ്കര കോമഡിയൻ ആക്ടേഴ്സ് ആയിട്ട് മാറി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ, അതോ എല്ലാ റോൾസും അങ്ങ് ചെയ്തങ്ങ് പോവാ എന്നുള്ളത് തന്നെയാണ്? എല്ലാ റോളും ചെയ്യാം. ഇതെങ്ങനെയാണ് ഇപ്പൊ വില്ലൻ ആയതുകൊണ്ട് ഇപ്പൊ കുറെ എന്തുകൊണ്ട് തന്നെ വില്ലനായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി കോമഡി ആകുമ്പോൾ കോമഡി കുറെ വരും. അങ്ങനെയാണിത്. അടുത്ത അർജുൻ യാദവ്. അർജുൻ യാദവാ മലയാള സിനിമ പല ഭാഷ. പക്ഷെ ഇത് കുറച്ച് അർജുൻ യാദവ് ഓൾ ഇന്ത്യ ആണ്. അർജുൻ യാദവ് ഇല്ല, തോറ്റുപോയി. ഗജനി. ജോസഫ്. ഇത് പക്ഷെ കോമൺ ആണ് നെയിം. പക്ഷെ ജോസഫ് എന്ന പേര് ഒരുപാട് സിനിമയിൽ ഉണ്ടായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു മലയാളത്തിൽ വമ്പിച്ച പടമായിരുന്നു അത്. പക്ഷെ എന്തുകൊണ്ടോ അത് പ്രതീക്ഷിച്ച രീതിയിൽ ഹിറ്റ് ആയാലും തോന്നുന്നു. കാസിനോവ. ആ സിനിമയെ പറ്റി. കാസിനോവ ഓൾ ടുഗദർ ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആണ്. കാസിനോവ എന്ന് വെച്ചാൽ പടം മൊത്തം ഇന്ത്യൻ്റെ പുറത്ത് ഷൂട്ട് ചെയ്തത് എക്സ്പീരിയൻസ്. പിന്നെ സിനിമയിൽ മാത്രമേ കിട്ടുള്ളൂ പെയ്ഡ് വെക്കേഷൻ. സിനിമയിൽ ഓക്കെ, നമ്മൾ വിളിച്ചോണ്ട് പോവും, പുറത്ത് വെക്കേഷനും തരും, പൈസയും തരും, ജോലിയും തരും. സിനിമ മാത്രമേ കിട്ടുള്ളൂ, വേറെ ഏതെങ്കിലും കിട്ടൂല നമുക്ക്. സോ ദുബായ് ആൻഡ് തായ്ലാൻഡ് പടം മുഴുവൻ ഷൂട്ട് ചെയ്തത്. സോ പടം തുടങ്ങിയ പോലും ഞാനുണ്ട്, എൻ്റെ വരെ ഉണ്ട്. സോ എൻറ്റയർ മൂവി മേക്കിങ്ങിൽ ഞാൻ ഉണ്ട്. പ്ലസ് റോഷൻ ആൻഡ്രൂസ് അടുത്ത സുഹൃത്താണ്, വെരി ക്ലോസ് ഫ്രണ്ടാണ്. സോ എല്ലാം കൊണ്ടും സന്തോഷം. ലാൽ സർ കൂടെ അഭിനയിക്കുന്നു വീണ്ടും. സോ അതിൻ്റെ ഹാപ്പിനെസ്. പിന്നെ എല്ലാം അറിയുന്ന ആൾക്കാർ, ഇടവള ബാബു എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അത് മാനേജ് ചെയ്ത പുള്ളിയാണ്. അങ്ങനെ കുറേ പേരുണ്ട് സിനിമയിൽ. ഞാൻ ഒരു കാര്യം, ഈ ഗജനി എന്ന സിനിമ നോക്കുമ്പോൾ ഒരു സെക്കൻഡ് ലീഡ് റോളാണ്
താങ്കളുടെ സെക്കൻഡ് ഹീറോ എന്ന് പറയുന്ന ഒരു റോളാണ്. ഇപ്പൊ കാസ്നോ നോക്കുമ്പോൾ വലിയ സൂപ്പർ താരങ്ങളുടെ സിനിമയിൽ എനിക്ക് താങ്കൾ സെക്കൻഡ് ഹീറോ ആണ്. ആ സിനിമയിൽ സാറിനേക്കാൾ കൂടുതൽ എനിക്കുണ്ട്. അപ്പൊ ആ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊരു ലൈഫ് ചേഞ്ചിങ് മൂവ്മെന്റ് ആയിരിക്കും, മൂവി ആയിരിക്കും. അങ്ങനെ ആയോ? നടന്നില്ല. സോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുറെ നമുക്ക് ലൈഫിൽ വിചാരിക്കാത്ത നടക്കാതെ പോകും, ചിലത് വിചാരിക്കാത്ത നടക്കും, അങ്ങനെയൊക്കെ വരും.